പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാലഘട്ടത്തിനനുസരിച്ച് ഏത് ആചാരങ്ങളിലും മാറ്റം വരുത്തണം എന്നാണല്ലോ. പണിമുടക്ക് ആചാരങ്ങളിൽ മാറ്റം വരുത്താനുള്ള ആഹ്വാനത്തോടെയാണ് കാര്യപരിപാടികളിലേക്ക് കടക്കുന്നത്. നമ്മൾ തൊഴിലാളി സംഘടനാ പ്രവർത്തകന്മാരും നമ്മുടെ പ്രവർത്തന രീതിയിൽ കാലോചിതമായ മാറ്റം വേണം. അതുകൊണ്ട് സമര പരിപാടികളിൽ പങ്കെടുക്കുന്നവർ ആ സമരത്തിന്റെ ഉദ്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ സമാധാനപരമായിട്ടുള്ള സമരമാർഗങ്ങൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഉദ്ദേശം ഒരു 10:15 ഒരു 10-15 പേരടങ്ങുന്ന ഒരു സംഘം ഇതിൻ്റെ അകത്ത് കയറി വരികയും പെട്ടെന്ന് തന്നെ മാനയുടെ റൂമിലേക്ക് തള്ളിക്കയറി മാനയെടുത്ത് എന്താ ഞങ്ങൾ സമരം ചെയ്യുകയാണ്, നിങ്ങളെന്താ ഇത് അടയ്ക്കാത്തതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, മാനേജർ പറഞ്ഞു, കുറച്ച് ഞങ്ങൾ ഉടൻ തന്നെ അടയ്ക്കാൻ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കുറച്ച് പേര് ഞങ്ങൾ പങ്കെടുക്കാത്തവർ മാത്രമേ എൻ്റെ അകത്തിരിക്കുന്നുള്ളൂ, ഞങ്ങൾ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ അടയ്ക്കാം. ഇത് പറയുന്നതിന് മുന്നായിട്ട് തന്നെ രണ്ടു ദിവസത്തെ പണിമുടക്കിൽ ഒന്നാം ദിവസം യാതൊരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിച്ച സ്ഥാപനമാണ് എന്നൊരു പ്രത്യേകതയുമുണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റാഫ് ഇന്നലെ ഇവിടെ കയറി വന്നിട്ട് ഞങ്ങളുടെ ഈ എതിർ യൂണിയനുള്ള ഒരു സ്റ്റാഫ് ഇവിടെ കയറി വന്ന് ഉച്ചയ്ക്ക് ശേഷം ബഹളം ഉണ്ടാക്കുകയും മദ്യപിച്ചിട്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയും പുള്ളിയെ ഞങ്ങളെല്ലാം പറഞ്ഞ് പുറത്തു വിടുകയും ചെയ്തു. ആ പുള്ളി തന്നെയാണ്, അവരെല്ലാം കൂടെ ചേർന്നാണ് ഇന്ന് ഇവരെ ഈ പാർട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നാണ് ഞങ്ങളുടെ സംശയം. അതെന്താണെന്നുള്ളത് പണിമുടക്കം പ്രഖ്യാപിച്ചിട്ടുള്ള സംയുക്ത സമരസമിതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അത്തരം സംഭവങ്ങളൊന്നും ആരും ചെയ്യാൻ പാടില്ല. അതൊന്നും ഈ സമരത്തിൻ്റെ ഭാഗമല്ല. ഒരു കാരണവശാലും ഒന്നിലും ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംയുക്ത സമരസമിതി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ചെയ്തവരാരാണെന്ന് കണ്ടെത്തും. അവർക്കെതിരായിട്ട് നിയമാനുസൃതമായ നടപടി സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യും. എറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നോക്കണം. അതിനു മുമ്പ് സാരോപദേശം കൊടുക്കാനല്ലേ പാർട്ടിക്ക് കഴിയൂ. യാതൊരുവിധ അക്രമ സംഭവങ്ങളും ആരും പങ്കെടുക്കാൻ പാടില്ല. പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുക, ട്രേഡ് യൂണിയൻ ഓഫീസുകൾ ആക്രമിക്കുക, പതാകകൾ നശിപ്പിക്കുക, വീടുകൾ ആക്രമിക്കുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകന്മാർ തന്നെ സ്വയം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറിയെന്നുകൊണ്ട് പുതിയൊരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കണം. അതിനുവേണ്ടി കേരളത്തിലെ ട്രേഡ് യൂണിയൻ സംഘടനകൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ആവേശകരമായിട്ടുള്ളൊരു കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നവോത്ഥാനത്തിന് പിന്നാലെ സാംസ്കാരിക വിപ്ലവവും വന്നു. ഈ പണിമുടക്കം പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ മാസം 28-നാണ്. 3 മാസത്തിലധികം സമയം കൊടുത്തുകൊണ്ടാണ് ഈ പണിമുടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 7 ദിവസത്തെ നോട്ടീസെങ്കിലും കൊടുത്തിട്ട് പൊതുപണിമുടക്കം പാടുള്ളൂ, ഹർത്താൽ പാടുള്ളൂ എന്ന് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ടതിനും തൊട്ടതിനും ഹർത്താൽ നടത്തുന്നത്, ജനവികാരം എതിരായിത്തീരുന്നത് തൊഴിലാളി വർഗത്തിനെതിരായിട്ടുള്ള സമരശക്തിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് മിന്നൽ പണിമുടക്കങ്ങളും മിന്നൽ ഹർത്താലുകളും നടത്തുന്ന രീതി പൂർണ്ണമായും ഒഴിവാക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ ഹർത്താലിനും പണിമുടക്കിനുമൊക്കെ ഇടയിൽ നടക്കുന്ന മിന്നൽ ആക്രമണങ്ങളാണ്. അത് കേസ് വേറെ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥിതിയിലേക്ക് ചിന്തിക്കാൻ എല്ലാവരും സന്നദ്ധമായില്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ചിന്താ വിപ്ലവം കൂടി വേണ്ടിവരും. അതിൻ്റെ ചുമതല സഖാവ് ചിന്താ ജെറോമിനെ ഏൽപ്പിച്ചാലും മതി. അതങ്ങനെ ശരിയാക്കാം. പിന്നെ ഈ പണിമുടക്ക് കൊണ്ട് ശബരിമല തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ശബരിമലയിലേക്ക് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിളിച്ചു ചോദിച്ചു, വാഹനങ്ങൾ തടയുമോ? സമരസമിതിക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നടക്കുമോ? പക്ഷെ അനുഭവത്തിൽ മനസ്സിലായില്ലേ. ഇതിൻ്റെ ട്രേഡ് യൂണിയൻ സമരസമിതി പ്രഖ്യാപിച്ചതുപോലെ ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകന്മാരുടെ ഒരു വാഹനവും തടസ്സമില്ലാതെ ശബരിമലയിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടായില്ലേ. ഇതാണ് പണിമുടക്കത്തിന് മാതൃക എന്ന് പറയുന്നത്. എന്നാലും സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടു പിന്നിലെ ആ ബാങ്ക് ആക്രമിച്ചത് സമരത്തിൻ്റെ ശോഭ കെടുത്തിയില്ലേ എന്നൊരു സംശയം. സമരത്തിൻ്റെ ശോഭയൊന്നും കെടുത്താൻ ആർക്കും സാധിക്കില്ല.
ഒറ്റപ്പെടൽ ഇത്തരം സംഭവങ്ങൾ അത് സമരത്തിന്റെ ഭാഗമല്ല. അത്തരം സംഭവങ്ങളെ അപലപിക്കും. മതി, ധാരാളം മതി, അപലപിച്ചാൽ മതി. കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്നാണല്ലോ. അതുപോലെ തന്നെ എരിഞ്ഞാൽ പാവം അപലപിച്ചാൽ തീരും. അപ്പോൾ പറഞ്ഞു വന്നത് ഒറ്റപ്പെട്ട ഏറിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണല്ലോ. എല്ലാ ഏറും അപലപിച്ചാൽ തീർന്നെന്ന് വരില്ല. ചിലതിൻ്റെ അപകടങ്ങൾ കൂടുതലായിരിക്കും. പേരാമ്പ്ര മോഡൽ കേരളം മൊത്തം വ്യാപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്നാലും ദാസേട്ട അതിത്തിരി അധികമായി പോയില്ലേ? ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയൊന്നുമല്ലല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ. ആ ഇരിക്കട്ടെ, എന്താണ് ഈ പേരാമ്പ്ര മോഡൽ? പേരാമ്പ്രയിൽ ഒരു ജുമാ മസ്ജിദിന് നേരെ കല്ലേറും അക്രമവും നടത്തുകയുണ്ടായി. അതിനുശേഷം RSSകാരാണ്, ഹിന്ദുക്കളാണ് മുസ്ലിം ജുമാ മസ്ജിദ് തകർത്തത്, കല്ലെറിഞ്ഞത്, ആക്രമിച്ചത് എന്ന് പ്രചരിപ്പിച്ച് ഹിന്ദു മുസ്ലിം കലാപം സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. പക്ഷേ CCTV ക്യാമറയിൽ നിന്നും പ്രതിയെ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി സത്യജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാത്രമല്ല സത്യജിത്തിൻ്റെ കൂടെ അതുൽദാസിൻ്റെ കൂടെ CPM ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അതുൽദാസിൻ്റെ കൂടെ ഏതാനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും ഉണ്ടായിരുന്നതായിട്ട് CCTVയിൽ ദൃശ്യം വ്യക്തമായിട്ടുണ്ട്. CCTV മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന കൂട്ടത്തിലാണ്. അതിനെ സൂക്ഷിക്കണം. എന്നാലും ഇതിൻ്റെ മറുവശം കേൾക്കണമല്ലോ. പേരാമ്പ്രയിൽ RSSകാരുടെ ഒരു പ്രകടനം ആക്രോശിച്ച് പിണറായിയെയും CPMയുടെയും ഇടതുപക്ഷത്തെയും തെറിവിളിച്ച് നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കേട്ട DYFIക്കാർ, അവിടെ ഉണ്ടായിരുന്ന DYFIക്കാർ അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രകടനം നടത്തി. ആ പ്രകടനം നടക്കുമ്പോൾ UDFന്റെ ഒരു പ്രകടനം, അത് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് UDFന്റെ ഒരു പ്രകടനം. ആ രണ്ട് പ്രകടനവും ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ചെറിയ സംഘർഷം ഉണ്ടാവാൻ ഇടയായി. ആ വടകര റോഡിന്റെ ജംഗ്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില്ലറ കല്ലേറും നടന്നു. ഇത് ശരിയാണ്, ഒരു ചെറിയ സംഘർഷവും ഒരു കല്ലേറും അതിന്റെ ഭാഗമായി നടന്നു. അവിടെയുള്ള കുറെ സ്ഥാപനങ്ങൾക്ക് പീടിയുണ്ട്, അതുപോലെ അതിനെല്ലാം ചെറിയ ഓരോരു കല്ലൊക്കെ കേൾക്കുന്നതിനിടയായി. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയുടെ കമാനം ഇങ്ങ് റോഡിനോട് ചേർന്നിട്ടാണ്. അവിടെ പോകുന്നവർക്കെല്ലാം കാണാം. അങ്ങോട്ട് തിരിയുമ്പോൾ വലതുഭാഗത്ത് റോഡിനോട് ചേർന്ന് ആ കമാനത്തിന്റെ ഒരു തൂണുണ്ട്. ആ ഫുട്പാത്തിനോട് ചേർന്നിട്ട് ഞങ്ങളൊക്കെ പോയതാണ് അതിനുശേഷം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ UDFകാരും DYFIക്കാരും ഒരു സംഘർഷം ചേർന്നിട്ട് ഇരുഭാഗത്തായി സംഘർഷം ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞ് മറ്റെല്ലാ സ്ഥാപനത്തിനും ചിലയിടത്ത് ആടിയോടെയൊക്കെ കൊള്ളുന്ന പോലെ ഈ കമാനത്തിന്റെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന തൂണിന്റെ ഒരു കോണിൽ ഒരു ചെറിയ പോറൽ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന, ആരെറിഞ്ഞ കല്ലാണ് അവർ കൊണ്ടത് എന്ന് ആർക്കും പറയാനാവില്ല. ഉടനെ അതാ കിട്ടിപ്പോയി, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഒരു ഭാഗത്ത് മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമം നടത്തുക, കല്ലേറ് നടത്തുക, അത് RSSന്റെ തലയിൽ ചാർത്തുക, ഒരു ഹിന്ദു മുസ്ലിം സംഘർഷമായി, കലാപമായി സംസ്ഥാനത്തുടനീളം വളർത്തിക്കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത്. ഒരു ഏറിൻ്റെ അപകടം കണ്ടില്ലേ? ഇതാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കണം എന്ന്. അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിമാർ വിയർക്കും, ഇതുപോലെ ന്യായീകരിച്ച് വിയർക്കും. അവിടെ ഒരു SFIയുടെ പഴയ ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നു, അതുൽദാസ്. നല്ല ഒന്നാന്തരം ഒരു ചെറുപ്പക്കാരനാണ്. കുട്ടിക്കാലത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊക്കെ വന്നു. ഇപ്പൊ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. അവിടെ ചെറുവണ്ണൂർ പഞ്ചായത്തിലാണ് വീട്. അവിടെ ഒരു പാർട്ടി ബ്രാഞ്ചിന്റെ സെക്രട്ടറിയുമാണ് ഈ അതുൽദാസ്. ഈ കുട്ടിയോട്, ഈ ചെറുപ്പക്കാരനോട് ഈ പേരാമ്പ്രയിലുള്ള UDFന്, പ്രത്യേകിച്ച് ഈ ലീഗിന്റെ ഒക്കെ കുറെ ആളുകൾക്ക് സ്ഥായിയായ വിരോധമുണ്ട്. കാരണം കുട്ടിക്കാലത്തെ ആ പേരാമ്പ്രയിൽ നിന്നിട്ട് നല്ല നിലയിൽ വർത്തമാനം പറയും. അപ്പൊ ആ ചെറുപ്പക്കാരനെ, അതുൽദാസിനെ പ്രതിയായി ഒരു പരാതി അങ്ങോട്ട് കൊടുത്തു. പരാതി കൊടുത്തപ്പോ കാള പെട്ടെന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്നത് പോലെ അവിടുത്തെ പോലീസ് അത് ആ പരാതി അപ്പടി അങ്ങോട്ട് ഈ അതുൽദാസിന്റെ പേര് വെച്ച് പരാതി കൊടുത്തു. ഒരു അന്വേഷണവും ഇല്ല.
അതുപോലെ തന്നെ ഒരു പരിശോധനയുമില്ല. അപ്പൊ തന്നെ അബ്ദുല്ലാസിനെ പിടിക്കാൻ പോയി, പിടിച്ചുകൊണ്ടുവന്നു. ഓനെന്തറിയും? ആ പാവം ചെറുപ്പക്കാരൻ എന്തറിയും? പിടിച്ചുകൊണ്ടുവന്ന് ഇപ്പൊ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് 1000 വട്ടം പറഞ്ഞിട്ട് മനസ്സിലായില്ലല്ലോ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളൊരു പ്രകടനം പോകുന്ന സന്ദർഭത്തിൽ സമാധാനപരമായി പോകുന്ന പ്രകടനമായിരിക്കും. എന്നാൽ പിൻനിരയിൽ നിന്ന് 2-3 ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കല്ലെറിയും. ആ സംഘടനയുടെ അംഗീകാരത്തോടു കൂടിയല്ല കല്ലെറിയുന്നത്. ആ പ്രകടനം നടത്തുന്നതുമായിട്ട് ആ കല്ലേറിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ ആ പ്രകടനത്തിൽ എന്ത് ഉദ്ദേശമാണോ ഉണ്ടായത്, അതൊറ്റ കല്ലേറോടുകൂടി ആ സമരത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യം തന്നെ അപ്രസക്തമാകും. അതുകൊണ്ട് സമരപരിപാടികളിൽ പങ്കെടുക്കുന്നവർ ആ സമരത്തിൻ്റെ ഉദ്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ സമാധാനപരമായിട്ടുള്ള സമരമാർഗങ്ങൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. യാതൊരുവിധ അക്രമ സംഭവങ്ങളും ആരും പങ്കെടുക്കാൻ പാടില്ല. പാർട്ടി ആഫീസുകൾ ആക്രമിക്കുക, ട്രേഡ് യൂണിയൻ ആഫീസുകൾ ആക്രമിക്കുക, പതാകകൾ നശിപ്പിക്കുക, വീടുകൾ ആക്രമിക്കുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. ഈ ലിസ്റ്റിൽ പള്ളി പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി എറിയരുത്. പള്ളിയും അമ്പലവും എല്ലാം പെടും. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകന്മാർ തന്നെ സ്വയം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറിയുന്നുകൊണ്ട് പുതിയൊരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കണം. അല്ലെങ്കിൽ ഇതാ പഴയ സംസ്കാരത്തിൻ്റെ ആളുകൾ മുതലെടുക്കും. ഇതേ പേരാമ്പ്ര മോഡൽ സംസ്ഥാന വ്യാപകമായിട്ട് വ്യാപിപ്പിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതിന് പിന്നെ വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് പങ്കുണ്ട്. ഇതൊക്കെ പണ്ടും നമുക്കെതിരായിട്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങളിത് അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കാര്യമായ എന്ത് കേടുപാടുകൾ ഉണ്ടാവുമെന്ന്. കാര്യമായതെന്നല്ല, ഒരു ചെറിയ പോറൽ പോലും ഒരു അമ്പലത്തിനോ പള്ളിക്കോ ഒരു ആരാധനാലയത്തിന് നേരെയോ ഉണ്ടാവാൻ പാടില്ല. ആരുടെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. ആരാധനാലയങ്ങളുടെ പവിത്രതയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആരും ഓതിത്തെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ്. അതാണ് ആരാധനാലയങ്ങളുടെ പവിത്രതയെക്കുറിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ആരും ഓതി പഠിപ്പിക്കേണ്ട. അവർ അതിൻ്റെ അഹലുകാരാണ്. ആരാധനാലയങ്ങളെ ആക്രമിക്കാൻ എതിരാളികൾ വരുമ്പോ ഓടി വന്നിട്ട് സംരക്ഷണം കൊടുത്ത് ജീവൻ ബലിയർപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾക്ക് അതിലാരുടെയും താമ്രപത്രം ആവശ്യമില്ല. അത് ഞങ്ങളുടെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണെന്ന ബോധ്യത്തോടെയാണ് ഞങ്ങൾ ആ ചുമതലയെല്ലാം നിറവേറ്റിയത്. പഴയ തലശ്ശേരിയല്ല കേട്ടോ ഉദാഹരണം, കുറച്ചിപ്പുറത്താണ്, പേരാമ്പ്രയ്ക്ക് അടുത്തു തന്നെ. ഈ ഭാഗത്തല്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പാതിരാ നേരത്ത് പള്ളിക്ക് നേരെ ബോംബേറ് RSSകാർ ഓടി വന്നതാരാ? നിലവിളിച്ചിട്ട് ലീഗ് നേതാക്കന്മാരും അന്നത്തെ പള്ളി കമ്മിറ്റിക്കാരും വിളിച്ചത് ഇവിടത്തെ പാർട്ടിയാണ്. ഞങ്ങളെല്ലാമാണ് പാതിരാ നേരത്തോടി വന്നത്. എല്ലാം നേരിട്ടുകൊണ്ട് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നാടിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള അനേകം അനുഭവങ്ങൾ പറയാറുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു പള്ളിക്കറിഞ്ഞ പാർട്ടിയായിട്ട് ചിത്രീകരിക്കാൻ എന്തെല്ലാം. ഇപ്പം തിരിഞ്ഞില്ലേ? വാവിട്ട വാക്കും കൈവിട്ട കല്ലും തിരിച്ചു പിടിക്കാനാവില്ല എന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ്, കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു, കേരളത്തിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നു. കേരളത്തിൽ വർഗീയ കലാപത്തിന് തിരികൊളുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരുമാണ്. വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കിട്ടുന്ന ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഉപയോഗിച്ച് പാർട്ടിയെ എങ്ങനെ വെല്ലുവിളിക്കാം, എങ്ങനെ പാർട്ടിക്കെതിരായി പ്രചാരവേല നടത്താം എന്നാണ് എതിരാളികൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രമിക്കുന്നത്. ആ കാര്യം ന്യൂജൻ സഖാക്കളെ പഠിപ്പിക്കാൻ പാർട്ടി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ്. കച്ചിത്തുരുമ്പ് പോലും തിരിച്ചു കുത്തുന്ന കാലമാണ്, സൂക്ഷിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് ന്യൂജൻ കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കുന്ന കാര്യമാണല്ലോ. അവർക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അവരുടെ സുഹൃത്തുക്കൾ പറയുന്നത്. എന്റെ മണ്ഡലത്തോട് ചേർന്നാണ് തളിപ്പറമ്പ് മണ്ഡലം. ജെയിംസ് MLA അദ്ദേഹം എന്റെ മണ്ഡലത്തിലെ MLA ആണ്. എന്റെ മണ്ഡലത്തിലെ വോട്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ഫോണിലൊക്കെ കാണാൻ നിയമസഭയിലൊക്കെ വരുമ്പോഴാണ്. അപ്പൊ സഭയിൽ വരുമ്പോൾ നമ്മൾ ജെയിംസ് കുളിക്കുമ്പോ മുമ്പ് എന്തൊക്കെ ഉണ്ട്. അപ്പോഴാണ് ചോള രാജ വിക്രമൻ ഇങ്ങനെ വരുന്നത്.
എന്തിനായി ഭയപ്പെടുന്നത്? എനിക്ക് മനസ്സിലാവില്ല. അതിപ്പോ ഓരോരുത്തരുടെയും നേതാക്കളുടെ പ്രകൃതം അനുസരിച്ചായിരിക്കില്ലേ. PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടാൽ ആർക്കും പേടി തോന്നില്ല. അങ്ങനെയാണോ പിണറായി വിജയൻ? പിണറായി വിജയൻ പോയി തെരുവിലിറങ്ങി പ്രസംഗം, ചോര കൊണ്ടാൽ അറക്കാത്ത ഏത് ചോര കണ്ടിട്ട് ഇയാളെ കാണുമ്പോൾ പേടിക്കില്ലേ? ഒരാളെ കാണുമ്പോൾ ഒരു നേതാവിനെ, നമുക്ക് നേതാക്കന്മാരില്ലേ? നേതാക്കന്മാരാർക്കാ പേടിയുള്ളത്? എന്തിനാ പേടിക്കണത്? നേതാക്കന്മാരെ ഭയപ്പെടാനല്ല, സ്നേഹിക്കാൻ ബഹുമാനിക്കാനാണ് പഠിക്കേണ്ടത്. ഭയം അല്ലാഹുവിനോട് മാത്രമാണ്. ആ ജലീല് കേൾക്കണ്ട. അള്ളാഹുവിൻ്റെയും സ്വർഗത്തിൻ്റെയും വകുപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ്. ഞാൻ ആളുകളെ സ്വർഗത്തിലാക്കുന്നു എന്നാണ് പറയുന്നത്. സ്വർഗത്തിലാക്കുന്നു. നിങ്ങളെപ്പോലെ നരകത്തിലേക്ക് ആളുകൾക്ക് ചിട്ടുകൊടുക്കുന്ന പരിപാടി എനിക്കില്ല. ഏതൊരു മനുഷ്യനിലെയും നന്മയെ കാണാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി പള്ളികളും മർക്കസുകളും മാത്രമല്ല, ക്ഷേത്രങ്ങളും കയറി ഇറങ്ങുകയാണ് ഈ സൂഫി വര്യൻ. യഥാർത്ഥത്തില് ക്ഷേത്രത്തിൽ പോകുന്നതിൽ 99% സ്ത്രീകളാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണും. എന്റെ നാട്ടിലൊക്കെ മരിച്ചുപോയി പായ്ക്കുട്ടിയമ്മ എന്ന് പറയും. ഞങ്ങള് സുബൈ നിസ്കരിച്ച് ആ സമയം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്ക് പായ്ക്കുട്ടിയമ്മ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരണം. കുറെ സ്ത്രീകൾ ഉണ്ടാവും, പ്രായം ഒരുപാടായിട്ടു. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു വരും. നിങ്ങളൊക്കെ നാട്ടില് ഈ BJP RSS കാരണം ക്ഷേത്രം പിടിച്ചെടുക്കാൻ വരുന്നത് വരെ ആരാ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരുന്നത്? പെണ്ണുങ്ങളാണ്. ബാക്കി 1% അത് മന്ത്രിമാരാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ, നന്മ തേടുന്ന മന്ത്രിമാർ. ഞാന് ശബരിമല ക്ഷേത്രത്തിൽ ചെന്നപ്പോ തീർത്ഥം നൽകി അവിടുത്തെ പൂജാരി. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്നേഹ മസൃണമായി നമ്മളെ സ്വീകരിക്കാൻ അവരാ ക്ഷേത്രത്തിന്റെ ആചാരമനുസരിച്ച് പ്രവർത്തിക്കുമ്പോ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണോ വേണ്ടത്? ഞാനത് വാങ്ങി. അതൊരു ക്ഷേത്രത്തിലെ കഥ. അങ്ങനെ 1ഉം 2ഉം ക്ഷേത്രങ്ങളിലല്ല ഈ ആത്മീയ യാത്രക്കിടയിൽ കയറിയിട്ടുള്ളത്. തവനൂരിൽ വിഷുക്കൈനീട്ടം വാങ്ങി ഒരു ക്ഷേത്ര പൂജാരിയിൽ നിന്ന് ഞാൻ. എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും അതുപോലെ തന്നെ ചില മതസംഘടനകളുടെയും യുവജന നേതാക്കന്മാര് അതേക്കുറിച്ച് പറഞ്ഞത്. യുവജന യാത്രക്കിടെ മുനവർ അലി ശിഹാബ് തങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് പ്രസാദം വാങ്ങുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? എന്തേ അതേക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ ചെയ്തത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് എണ്ണി ചെയ്യിക്കും. ഒരു സംശയവും വേണ്ട. ലീഗുകാരൊക്കെയും ഓരോ ഉറുക്കെഴുതി കിട്ടുന്നത് നല്ലതാണ്. ഏത് ഒടിയന്റെ സഹായത്തോടെയാണ് ജലീൽ പുറപ്പെട്ടിട്ടുള്ളത് എന്നറിയില്ലല്ലോ. ക്ഷേത്രത്തിൽ പോയി പൂജാരി സ്നേഹത്തോടെ പ്രസാദം തന്നപ്പോ ഞാൻ വാങ്ങി. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും എന്റെ വഴി പിന്തുടർന്നു, ആ വഴി സ്വീകരിച്ചു. വാങ്ങിയില്ലേ? നിലവിളക്ക് ഞാൻ കൊളുത്താൻ തുടങ്ങിയപ്പോ എന്നെ മതത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. നിലവിളക്ക് കൊളുത്താൻ വേണ്ടി പാടില്ല. മുസ്ലിം ലീഗിന്റെ നേതാവ് ഇബ്രാഹിം കുഞ്ഞ് ഞാൻ പങ്കെടുത്തൊരു ചടങ്ങിൽ ഞാൻ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഞാൻ വിളക്ക് കൈമാറി. അദ്ദേഹം കൊളുത്തി. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളെ കൊണ്ടും ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ നിലവിളക്ക് കൊളുത്തിക്കും. അവര് കൊളുത്തും. നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ. കാര്യമായ എന്തോ സേവയുണ്ട്, അല്ലാതെ ഈ ധൈര്യം വരില്ല. നവോത്ഥാന ജാത്തൻ കൂടിയതാവും. നട്ടപ്പാതിരക്ക് 2 പെണ്ണുങ്ങളെ സകലമാന പോലീസും വേഷം മാറിയിട്ട് അമ്പലത്തിൽ കയറ്റിട്ട് അതിന്റെ നവോത്ഥാനായി നായകനാകുന്നതിനേക്കാൾ നല്ലത് ഇയാൾ വേറെ വല്ല പണി കൊടുത്ത് ജീവിക്കുന്നത്. ഇതാണ് നവോത്ഥാന നായകൻ. ഏതായാലും ഒരു കാര്യം ലീഗ് പറയണം. സിറാത്ത് പാലം കടക്കാത്തവരുടെ വോട്ട് ലീഗിന് വേണോ വേണ്ടേ? കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് മറുപടി പറയേണ്ട ചോദ്യം അതാകും. മറുപടിയുണ്ട്. ആ ചോദ്യത്തിനല്ലെങ്കിലും മറുപടിയുണ്ട്. കേരളത്തിൽ പുതിയ സാധനമൊക്കെ വരാനുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നാൽ മതി. അത് വരും. ഈ ആളുകളെ മുഴുവൻ തെരുവിൽ മതിലുണ്ടാക്കാൻ വിട്ടിട്ട് അതിന്റെ പിറകിലൂടെ വലിച്ചു കൊണ്ടുപോയി പിണറായി വിജയൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് കേരളം നാളെ കാണും, അറിയും. അതൊക്കെ പറയും. അതൊക്കെ വേറെ രാഷ്ട്രീയമാണ്. വരട്ടെ. വരാനുള്ളതൊക്കെ പുറത്തേക്ക് വരട്ടെ. അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.